സെപ്റ്റംബർ 28 മണിപ്പൂരിൽ കലാപത്തിൻ്റെ പുതിയൊരു മുഖം തുറക്കുമെന്ന് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് ലഭിച്ചുവെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 900-ഓളം സായുധരായ വിദേശ ആക്രമികൾ, തീവ്രവാദികൾ അതിർത്തി കടന്ന് മണിപ്പൂരിലേക്ക് വരുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാമോ? നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഇത് ചൈനീസ് സഹായത്തോടുകൂടി മ്യാൻമറിൽ നിന്ന് വരുന്ന ചിൻ കലാപകാരികൾ, ആ ബന്ധങ്ങൾ, അവരാണ് ഇവർക്ക് റോക്കറ്റ് കൊടുക്കുന്നത്, ഡ്രോൺ കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് ആ കുക്കികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം മിണ്ടാതിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുൽദീപ് സിംഗ് സുരക്ഷാ ഉപദേഷ്ടാവ്, ഈ 900 പേര് കുക്കി ഭീകരർ മ്യാൻമറിൽ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആയുധങ്ങളുമൊക്കെ ആയിട്ട് മ്യാൻമറിൽ നിന്ന് നുഴഞ്ഞു കയറി കഴിഞ്ഞു. അവർ ഡ്രോണ്, റോക്കറ്റ് ലോഞ്ചറുകൾ, മിസൈലുകൾ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കുക്കി ടെററിസ്റ്റ്. അപ്പോൾ 18-ാം തീയതി കഴിഞ്ഞ 18-ാം തീയതി സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഗ്രൂപ്പ് മണിപ്പൂരിൽ അവർ യോഗം ചേർന്ന് ഇതൊക്കെ വിലയിരുത്തിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പട്ടാളം, ആസാം റൈഫിൾസ്, CRPF, പോലീസ്, ഇവരൊക്കെ ചേർന്ന മീറ്റിംഗ് ആണെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ ഭീകരരുടെ നീക്കം അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ഫെർസോൾ എന്ന് പറഞ്ഞ സ്ഥലം, ചുരാചന്ദ്പൂർ, കാംജോങ്, ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ആസാം റൈഫിൾസിനെ അലർട്ട് ചെയ്തിട്ടുണ്ട്, ജാഗ്രതയോടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭീകരർ ആയുധങ്ങളും സ്ഫോടകങ്ങളുമായിട്ടാണ് നടക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ഉണ്ടല്ലോ, പണിയൊക്കെ നടക്കുന്ന കെട്ടിടങ്ങളുടെയൊക്കെ, ആ സൈറ്റുകളൊക്കെ ബന്ധപ്പെട്ട് ഒക്കെയാണ് ഇവരുടെ ഒളിവിടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോൺ തകർക്കാനുള്ള സംവിധാനങ്ങൾ, ജാമേഴ്സ്, ഇതൊക്കെ ആയിട്ട് ആണ് ഇപ്പോൾ ഈ ആസാം റൈഫിൾസൊക്കെ നടക്കുന്നത്. 15 മുതൽ 17 വരെ ഡ്രോണുകൾ ജാം ചെയ്ത് കഴിഞ്ഞു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. 7 ID ഈ സ്ഫോടകങ്ങൾ കൂട്ടങ്ങൾ അതുമൊക്കെ കണ്ടെത്തി നശിപ്പിച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ആസാം റൈഫിൾസിൻ്റെ മണിപ്പൂരിൽ ഡയറക്ടർ ജനറലായിരുന്ന പ്രദീപ് ചന്ദ്രൻ നായർ, മലയാളിയാണ്, ഈ അടുത്തിടെ വിരമിച്ചു. അതെ, അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ കുക്കികൾ, ഡ്രോണുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്താണ് അഭിപ്രായം എന്ന് കുൽദീപ് സിംഗിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അത് അങ്ങേരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. നമുക്കുള്ള വിവരം കുക്കികൾ ഇങ്ങനെ ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് തെളിവ്. ശരിയാണ്. മനോരമയുടെ എഡിറ്റ് പേജിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. അതിനകത്ത് ഡ്രോൺ ഉപയോഗിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പ്രദീപ് ചന്ദ്രൻ നായർ ആ ഡ്രോൺ ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേറെ ചില ഭാഗങ്ങളിൽ കുക്കികളുടെ അക്രമത്തെ പറ്റി പറയുന്നുണ്ട്. അവർ ഭീകരരാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. മനോരമയാണല്ലോ. ആ മനോരമ അന്ന് പ്ലേറ്റ് മാറ്റിയിരുന്നു. കാരണം ജാവേദ് പർവേസിന്റെ ഈ പേജിലെ മുകളിലെ ലേഖനത്തിലും ഈ കുക്കികളുടെ അക്രമത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നതെന്ന് ഇപ്പം മണിപ്പൂരിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? പ്രദീപ് ചന്ദ്രൻ നായരോട് ചോദ്യം. അദ്ദേഹം പറയുകയാണ്, മതമല്ല കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഘടകം. അല്ല, ആ ലേഖനത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാൻ കണ്ടത്, സാറിൻ്റെ കയ്യിലുള്ളത് ഞാൻ അന്ന് വായിച്ചു. അതിനകത്ത് പറയുന്നത് പട്ടാളക്കാർ പോവുകയാണ്. പട്ടാളക്കാർ പോകുമ്പോൾ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് പട്ടാള വാഹനം തടയുന്നു. നോക്കുമ്പോൾ അതിൽ തടയാൻ നിൽക്കുന്നതിൽ ഒരു സൈനികന്റെ ഭാര്യ ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ അപ്പുറത്ത് ഈ സമരക്കാരെ നേരിടാൻ വേണ്ടി നിൽക്കുന്ന സൈനികന്റെ ഭാര്യ ഇവിടെ പട്ടാള വണ്ടി തടയുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, ഇവർ ഭീഷണിപ്പെടുത്തി, ഡ്യൂട്ടിയാണ്, 7 മണിക്കൂർ നിങ്ങൾ സമരത്തിന് പോയിക്കോളാം, ഇല്ലെങ്കിൽ ഇവരെ ശരിപ്പെടുത്തും. അപ്പോൾ സൈനികന്റെ ഭാര്യയ്ക്ക് പോലും ഈ കുക്കി തീവ്രവാദികളുടെ ഭീഷണിയെ ഭയന്ന് തെരുവിലിറങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്
എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഭൂനിയമങ്ങൾ ഒരു പ്രശ്നം, പിന്നെ വംശീയതയാണ്. ഈ വംശീയത എന്നുള്ള പ്രയോഗം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് മനോരമ മയപ്പെടുത്തിയതായിരിക്കും. ഗോത്ര പ്രശ്നമാണെന്നാണ് പറയേണ്ടിയിരുന്നത്. റേസിസ്റ്റ് അല്ല പ്രശ്നം, ഗോത്രമാണ്, ട്രൈബലാണ് പ്രശ്നം. മെയ്തേകൾക്ക് മലമുകളിൽ ഭൂമി വാങ്ങാൻ കഴിയില്ല. മലമുകളിൽ കുക്കികളാണല്ലോ, കുക്കികൾക്ക് താഴെ വന്ന് മേടിക്കാം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗോത്രവർഗ്ഗങ്ങൾക്ക് താഴ്വാരത്തും ഭൂമി, അവിടെയും മനോരമ സൂത്രപ്പണി ചെയ്തിരിക്കുക. ഗോത്രവർഗ്ഗങ്ങൾക്ക് കുക്കി എന്ന് പറഞ്ഞിട്ടില്ല, കുക്കികൾക്ക് താഴെ വാങ്ങിക്കാം. ഗോത്രങ്ങൾ തന്നെയാണ്. അതെ, ഗോത്രമാണ്. അവർ കുറേ കൂടി പഴയതുമാണ്. അതെ അതെ. എന്നിട്ട് ജനസംഖ്യാപരമായി മുൻതൂക്കം ഉണ്ടായിട്ടും തങ്ങൾക്കുള്ള നിയന്ത്രണം കൂടുതലാണെന്ന തോന്നൽ മെയ്തേകൾക്കുണ്ടായി. അത് യാഥാർത്ഥ്യബോധമുള്ള തോന്നലുമാണത്. അത് മനോരമയ്ക്ക് വെള്ളം ചേർക്കാൻ പറ്റിയില്ല. വിദ്യാഭ്യാസത്തിലും തൊഴിലുമുള്ള സംവരണമാണ് മറ്റൊരു പ്രശ്നം. അവിടെ ഉന്നത സ്ഥാനത്തുള്ള 4 IPS ഉദ്യോഗസ്ഥർ കുക്കി സമുദായത്തിൽ നിന്നായതും പ്രശ്നമായി. പോലീസിന്റെ തലപ്പത്ത് കുക്കികൾ. അപ്പൊ അവർ കുക്കികളുടെ കൂടെ നിൽക്കും. അതെ, ഭൂരിപക്ഷം ജനങ്ങൾ മെയ്തൈകളാണ്. അവർക്ക് കുറച്ച് ഭൂമിയുള്ളൂ. അതെ, ന്യൂനപക്ഷമായ ആളുകൾക്കാണ് ഹില്ലി റീജിയൻ മുഴുവൻ. ഭൂമിയുടെ 60% ന്യൂനപക്ഷം, എണ്ണത്തിൽ കുറവുള്ള കുക്കികൾക്കാണ്. അതാണ് വികസനം എല്ലാ മേഖലയിലും ഇതൊക്കെ നേറിക്കൊണ്ടിരുന്നു. അയൽ രാജ്യങ്ങളിലേക്ക് മണിപ്പൂരിന് ഏറെക്കുറെ തുറസായ അതിർത്തിയാണ്. വന്നു പോകുന്ന ആളുകൾക്കിടയിൽ കള്ളക്കടത്ത് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആയുധമൊക്കെ അല്ലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ആയുധവും പോപ്പി കൃഷി. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ബോംബിംഗ് നടക്കുന്ന വാർത്തകളെ പറ്റി എന്താണ് അഭിപ്രായം? തെറ്റാണ്. ഡ്രോണുകൾ നിരീക്ഷണത്തിന് ഉപയോഗിച്ച ശേഷം മറ്റൊരിടത്തുനിന്ന് ബോംബിംഗ് നടത്തുകയാണ്. ഡ്രോൺ വഴിയുള്ള ബോംബിങ്ങിന് സാധ്യതയില്ല. ഇദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കുൽദീപ് സിംഗ് പറഞ്ഞത്. അയാളുടെ കാലത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഉണ്ടായിരുന്നു. നിരീക്ഷണം കഴിഞ്ഞിട്ട് ബോംബ് ഇടുമായിരുന്നു. ഇപ്പൊ ഇയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു. നിരീക്ഷണവും ബോംബിങ്ങും ഒരുമിച്ച് നടക്കും. അന്നത്തെ ഡ്രോണുകൾ അല്ല ഇന്ന്. അതെ, ഞാനുള്ളപ്പോ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരിക്കലും ഇല്ല. ഇതാണ് നായരുടേത്. എന്നിട്ട് പറയാ അപ്പൊ ചൈനയുടെ സ്വാധീനം ഉണ്ടാവില്ലേ? ചോദ്യം. നായരുടെ ഉത്തരം തീർച്ചയായും ഉണ്ട്. പഴയ നാഗ സായുധ കലാപം തുടങ്ങിയത് അവരാണ്. ആര്? ചൈന. മിസോ, മെയ്തേ, ഉൾഫ തുടങ്ങി വടക്കുകിഴക്ക് സജീവമായ പല ഗ്രൂപ്പുകൾക്കും പരിശീലനം, ഫണ്ടിങ്, ആയുധങ്ങൾ എന്നിവ ചൈനയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിപ്പോഴും ഉണ്ടാകും. അതാണ് നായർ പറഞ്ഞത്. അല്ല, അദ്ദേഹം യാഥാർത്ഥ്യബോധത്തോടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതും ശരിയാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് ബാക്കി ഭാഗമൊക്കെ ശരിയായി. ഡ്രോൺ അദ്ദേഹത്തിന്റെ കാലത്തില്ലായിരുന്നു. ഇല്ലായിരുന്നു. പക്ഷേ ഡ്രോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഉണ്ടായിരുന്നു. ഡ്രോണിലൂടെ ബോംബ് ഇടുന്നില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പോയതിന് ശേഷമുള്ള സമയത്ത് ഇവർ ഡെവലപ്പ് ചെയ്തു, അതും തുടങ്ങി. അത് അദ്ദേഹത്തിന് അറിയില്ല. അതെ, അദ്ദേഹം കുറച്ചുകൂടി ധാരണയുള്ള, റിട്ടയർ ചെയ്താലും ബന്ധപ്പെടാമല്ലോ. ബന്ധപ്പെട്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ജെഫ്രി, DGP, സെക്യൂരിറ്റി അഡ്വൈസർ, ഇവർക്കൊക്കെ ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ ഈ 900 പേര് വരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അല്ല, ഈ 900 പേരെ അവർ 30 പേര് ഗ്രൂപ്പുകൾ, ഇപ്പൊ 300 ഗ്രൂപ്പുകളായിട്ട് 30 പേർ അടങ്ങുന്ന ഗ്രൂപ്പായിട്ട് മെയ്തി ഗ്രാമങ്ങളിൽ ആക്രമണം നടത്താൻ പോകുന്നു. യൂണിറ്റുകളായിട്ട് ബറ്റാലിയൻ പോകുന്ന 300 ഗ്രൂപ്പുകൾ. അതെ, മിസൈല്, ജംഗിൾ വാർഫെയറിനുള്ള സാധനങ്ങൾ, റോക്കറ്റ്, ഇതെല്ലാം മ്യാൻമറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വെള്ളിയാഴ്ച തൗബാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സീനിയർ പോലീസ് സൂപ്രണ്ട് നോട്ടീസ് പതിച്ചിട്ടുണ്ട്. ASP ഓപ്പറേഷൻസിന് വിവരം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ വരുന്നു എന്നുള്ളത്. ജൂലൈയിൽ മണിപ്പൂരിലെ മനുഷ്യാവകാശ കമ്മീഷൻ DGP രാജീവ് സിംഗിന് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വക സംഗതികൾ എന്താ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ, അന്ന് ജിരിബാമിൽ അക്രമം നടന്നല്ലോ, നിങ്ങളിത് എന്തുകൊണ്ട് നേരത്തെ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് അറിഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചിരുന്നത്. ഇപ്പൊ ഇന്റലിജൻസ് കുറച്ചുകൂടി ശക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് പബ്ലിക്കിനെ അറിയിക്കുന്നുണ്ട്. ആ പൊതുജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രത കിട്ടുന്നുണ്ടല്ലോ. ഏതായാലും സെപ്റ്റംബർ 28-ന് ഒരു സത്യത്തിൽ നടക്കാൻ പോകുന്ന ഒരു വിദേശ ആക്രമണമാണ് മണിപ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ സേനയും ജാഗ്രതയോടെ അതിനെ അടിച്ചമർത്താനുള്ള
നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, ആ കാരണം ഈ ഓപ്പറേഷൻ വിങ്ങൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത് നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞല്ലോ. അതെ അതെ. കുക്കികളാണെങ്കിൽ വിദ്യാർത്ഥി വിഭാഗത്തിന് ഇപ്പം എല്ലായിടത്തും വിദ്യാർത്ഥി പ്രക്ഷോഭമാണല്ലോ ഇറക്കിയിരിക്കുക. ഈ സത്യം വിളിച്ചു പറഞ്ഞതിനെ വിദേശ ഗ്രൂപ്പ് ഇറങ്ങിയിരിക്കുന്നു, 900 പേര് വരുന്നു. ഇത് കണ്ടിട്ടാണല്ലോ. ഇത് ഇവരുടെ ചിത്രങ്ങൾ എടുക്കാനുള്ള സംവിധാനം പോലെ ഇപ്പം ഇല്ലേ, അതിർത്തി കഴിഞ്ഞ് കയറുമ്പോഴൊക്കെ അതുണ്ട്. അവർക്ക് വിദേശ സഹായം കിട്ടുന്നുണ്ട്, കൈകാര്യം ചെയ്യാൻ പോകുന്നു. കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ എൻകൗണ്ടർ കില്ലിംഗ് എന്ന് പറഞ്ഞ് വരരുത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.